റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. പുരാരേഖ വകുപ്പിൽ PSCയുടെ നിയമന തട്ടിപ്പ്. കൺസർവേറ്റർ തസ്തികയിലെ പരീക്ഷയിലാണ് ക്രമക്കേട് കണ്ടെത്തിയത്. താൽക്കാലിക തസ്തികയിൽ സ്ഥിര നിയമനം നടത്താനായിരുന്നു നീക്കം. താൽക്കാലിക തസ്തിക സർക്കാർ ഇതുവരെ സ്ഥിരപ്പെടുത്തിയിട്ടില്ല. പുരാരേഖ ഡയറക്ടറാണ് ഇടത് സഹയാത്രികൻ ഉണ്ണികൃഷ്ണന് നിയമനം നൽകാനായി സ്പെഷ്യൽ റൂൾസിൽ അട്ടിമറി നടത്തിയത്. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി തെറ്റിദ്ധരിപ്പിച്ചതായും പരാതിയുണ്ട്. പ്രവൃത്തി പരിചയവും വിദ്യാഭ്യാസ യോഗ്യത നിശ്ചയിച്ചതിലും ദുരൂഹതയുണ്ട്. ഉണ്ണികൃഷ്ണന് നിയമനം നൽകാൻ മാത്രം പരീക്ഷ നടത്തിയെന്നും കണ്ടെത്തൽ. നിയമന തട്ടിപ്പിന്റെ നിർണായക രേഖകൾ റിപ്പോർട്ടിന് ലഭിച്ചു. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, PSC നിയമന തട്ടിപ്പിന്റെ കഥകൾ നീളുകയാണ്. പുതിയ തട്ടിപ്പെന്താണ്? അരുൺകുമാർ, പുരാരേഖാ വകുപ്പിലെ കൺസർവേറ്റർ തസ്തിക അത് താൽക്കാലിക തസ്തികയായിരുന്നു. ആ തസ്തിക ഇതുവരെ സംസ്ഥാന സർക്കാർ സ്ഥിരപ്പെടുത്തിയിട്ടുമില്ല. പക്ഷെ അത് സ്ഥിരപ്പെടുത്തിയെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയിലേക്ക് സ്പെഷ്യൽ റൂൾസ് കൊണ്ടുവരികയാണ്. അതിന്റെ യോഗ്യതയിൽ മാറ്റം വരുത്തുന്നു. അങ്ങനെ അത് PSCയിൽ ഒഴിവ് അറിയിക്കുകയാണ് പുരാരേഖാ വിഭാഗത്തിലെ ഡയറക്ടർ. അതിന്റെ അടിസ്ഥാനത്തിൽ PSC അവിടെ പരീക്ഷ നിശ്ചയിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തസ്തികയിലേക്കുള്ള യോഗ്യതയാണ് വിചിത്രമായത്. ഇതേ തസ്തികയിൽ തന്നെ പ്രവൃത്തി പരിചയം 3 വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ചോദിക്കുന്നത്. ഏക തസ്തികയാണ്. ആ ഏക തസ്തികയിൽ 3 വർഷത്തെ ജോലി പരിചയമുള്ളവർക്കാണ് ഈ പരീക്ഷയിൽ അപേക്ഷിക്കാൻ കഴിയുക. അങ്ങനെ യോഗ്യതയുള്ള ഒരേ ഒരു മനുഷ്യൻ മാത്രമേ ഉള്ളൂ, ഒരേ ഒരു ഉദ്യോഗാർത്ഥി. അത് ഇടത് സഹയാത്രികനായ ഉണ്ണികൃഷ്ണൻ. അങ്ങനെ ഉണ്ണികൃഷ്ണന് വേണ്ടി പരീക്ഷ എഴുതുന്നു, പരീക്ഷ നിശ്ചയിക്കുന്നു. ആ പരീക്ഷ എഴുതിയപ്പോൾ സ്വാഭാവികമായും റാങ്ക് പട്ടികയിൽ ഒന്നാമനായി എത്തുന്നതും ഉണ്ണികൃഷ്ണൻ. ഇനി 19 നടക്കുന്ന അഭിമുഖത്തിലും ഒന്നാമൻ ഉണ്ണികൃഷ്ണനായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം റാങ്ക് പട്ടികയിൽ ഒരാൾ മാത്രമാണുള്ളത്. അവിടെയാണ് ദുരൂഹത. എന്തിനാണ് നേരത്തെയുള്ള ആ തസ്തികയിലെ താൽക്കാലിക തസ്തികയിൽ മാറ്റം, അതിന്റെ പരിചയത്തിൽ മാറ്റം വരുത്തുന്നത്? അതിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിൽ വരുത്തിയ മാറ്റവും ഞെട്ടിക്കുന്നതാണ്. അവിടെ 2 വർഷത്തെ ഗവേഷണ പരിചയമാണ്. PhD അല്ല അവിടെ വിദ്യാഭ്യാസ യോഗ്യതയായി ചോദിക്കുന്നത്, ഗവേഷണ പരിചയമാണ്. അതുകൊണ്ട് എന്താണ് PSC അർത്ഥമാക്കുന്നത് എന്ന് വ്യക്തവുമല്ല. ഒരു പാതി PhD തുടങ്ങിയ ഒരു ഗവേഷകൻ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവർക്ക് അത് യോഗ്യതയായി എവിടെയാണ് കണക്കാക്കുക എന്ന ഒരു സുപ്രധാന ചോദ്യമുണ്ട്. അങ്ങനെയുള്ള സംശയമുണ്ടാക്കുന്ന, ദുരൂഹതയുണ്ടാക്കുന്ന യോഗ്യതകൾ അവിടെ നിശ്ചയിക്കുകയും ചെയ്തു. നേരത്തെയുള്ള ഇത് താൽക്കാലിക തസ്തികയായിരിക്കുമ്പോഴുള്ള യോഗ്യതകൾ മുഴുവൻ മാറ്റിമറിച്ചുകൊണ്ടാണ് സ്പെഷ്യൽ റൂൾസിലൂടെ യോഗ്യത മാറ്റുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന നിയമം അനുസരിച്ച് ഒരു കാരണവശാലും സ്ഥിരപ്പെടുത്താത്ത തസ്തികയിൽ സ്പെഷ്യൽ റൂൾസ് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ സ്പെഷ്യൽ റൂൾസ് നടപ്പിലാക്കിയത് എന്നൊരു ചോദ്യവുമുണ്ട്. അങ്ങനെ പരീക്ഷയൊക്കെ കഴിഞ്ഞു. 2025 പരീക്ഷ കഴിഞ്ഞത്. ഇപ്പോൾ ഈ വരുന്ന 19 അഭിമുഖം. ആ അഭിമുഖത്തിലൂടെ സ്വാഭാവികമായും ആ തസ്തികയിലേക്ക്, കൺസർവേറ്റർ തസ്തികയിലേക്ക് ഉണ്ണികൃഷ്ണൻ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യും. കാരണം നേരത്തെ തന്നെ അവിടെ താൽക്കാലിക തസ്തികയിൽ പ്രവർത്തിച്ച ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമ പേജുകളിലൊക്കെ താൻ ജോലി ചെയ്യുന്നത് കൺസർവേറ്ററായി ഈ പുരാരേഖാ വകുപ്പിലാണെന്ന് നേരത്തെ തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, പുരാരേഖാ വകുപ്പിലെ ഡയറക്ടറുടെ ഏറ്റവും അടുത്ത സുഹൃത്തിന്റെ മകനാണ് ഉണ്ണികൃഷ്ണൻ എന്ന ആരോപണം കൂടി ഇവിടെ ഉയർന്നു കഴിഞ്ഞു. ഏതായാലും PSCയിൽ നിരവധി പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ച പരാതികളും ആരോപണങ്ങളും ശക്തമാകുന്ന ഇടയിലാണ് മറ്റൊരു വകുപ്പിൽ കൂടി, പുരാരേഖാ വകുപ്പിൽ കൂടി വിചിത്രമായ രീതിയിൽ പരീക്ഷ നടത്തി അവിടെ ഒരാളെ മാത്രം റാങ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തി നിയമിക്കാനുള്ള നീക്കം സജീവമായിരിക്കുന്ന. 19 വരെയാണ് ഇനി അവസരമുള്ളത്. ആ 19 ഇതിൽ SIT ഇടപെട്ട അന്വേഷണം തുടങ്ങിയാൽ ഒരുപക്ഷെ അതിന്റെ നിയമനത്തിൽ തടസ്സം വന്നേക്കാം. അല്ലെങ്കിൽ സ്വാഭാവികമായും ഉണ്ണികൃഷ്ണ നിയമനം ലഭിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.